ചുമ്മാതാണോ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാമന്റെ കൂടും കുടുക്കയെല്ലാം സംഘികൾ അടിച്ചുകൊണ്ട് പോയത്? കാര്യം പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ രാമനൊക്കെ പോയി കഴിഞ്ഞു. ഇതേ ഒരു പുതിയ ദൃശ്യം വന്നിട്ടുണ്ട്. പുതിയൊരു രാമനെ അവരോധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി ക്ഷേത്രം വരെ പണിയാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. നോക്കണേ, ദൈവങ്ങളെ വരെ മാറ്റി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ അതേ രൂപത്തിൽ സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തുന്ന സംഘികൾ യഥാർത്ഥത്തിൽ അടിമകളാണോ അല്ലയോ എന്ന് ഈ ദൃശ്യം കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തും. ശ്രീരാം ശ്രീരാം ജയ ശ്രീ മോദി, ശ്രീരാം ശ്രീരാം ജയ ശ്രീ മോദി. दुश्मन का अभियान ठकाया, वीर जवान का मान बढ़ाया, धारा 370 हटाई, एक राष्ट्र की डोर बताई, कश्मीर में तिरंगा लहराया, एकता का संदेश सुनाया, अयोध्या में प्रभु राम पधारे, भव्य धाम के काज सवारे, काशी महाकाल धाम सवारे, सनातन के दीप उजियारे, विश्व मंच पर मान बढ़ाया, भारत का गौरव जग छाया। जय जय मोदी, हर हर मोदी, जय जय मोदी, हर हर मोदी. കണ്ടില്ലേ, ദൈവങ്ങളെ വരെ നീക്കം ചെയ്തു കഴിഞ്ഞു. ഇത്രയും കാലം ആചാര സംരക്ഷകരാണ്, വിശ്വാസ സംരക്ഷകരാണ്. ആ വിശ്വാസവും ആചാരം എല്ലാം വ്യക്തി കേന്ദ്രീകൃതമായി മാറുകയാണ്. ഇപ്പോ രാമനും കൃഷ്ണനും ഒന്നുമില്ല. ആ സ്ഥാനത്തല്ല അവർ ഇപ്പോൾ പരിഗണിക്കുന്നത് ആരെയും നിങ്ങൾ കാണുന്നില്ലേ? പേര് പോലും പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാൽ പോലും ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും ഒക്കെ അൽഗോരിതം അതിനനുസരിച്ച് ഉടനടി സെറ്റ് ചെയ്യുന്ന അവസരത്തിലേക്ക്. എന്തായാലും ഈ കാഴ്ച ഒരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? സകലതിനെയും മാറ്റി വരും കാലങ്ങളുടെ തലമുറകളുടെ മുന്നിൽ ദൈവം ആരെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലുണ്ടായിരുന്ന രാമനും കൃഷ്ണനും ഒന്നും അല്ല, ഇനി അത് വിശ്വഗുരുവാണ്. അതിനുവേണ്ടി പ്രത്യേക ക്ഷേത്ര നിർമ്മാണം ബീഹാറിൽ തുടങ്ങിയതിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അതിനുവേണ്ടി ഇനിയിപ്പോ കോടാനുകോടി രൂപയുടെ പിരിവ് പിന്നാലെ വരുന്നുണ്ട്. രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക, സ്വർണ്ണ ഇഷ്ടിക തുടങ്ങി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അത് പുറകിലൂടെ മുഴുവൻ കട്ടോണ്ട് പോയത് എന്തുകൊണ്ടെന്നാൽ രാമനിലൊന്നും ഇവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അതൊക്കെ അവരുടെ കാര്യം നടത്താൻ വേണ്ടിയുള്ള വെറും തട്ടിപ്പ് മാത്രമാണ് തെളിയുകയാണ്. ഇപ്പോ രാമന്റെ അതേ പ്രതിഷ്ഠയിൽ വിശ്വഗുരുവിന്റെ ചിത്രമൊക്കെ തിരികെ കയറ്റി ഇങ്ങനെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തിയെ ദൈവമായി കാണുന്ന വിവരമില്ലായ്മയാണ്, വിവരക്കേടാണ്, ചാണകത്തലകളെന്ന് തെളിയിക്കുകയാണ്. അതിലൂടെ ഈ നാടിന്റെ പാരമ്പര്യമാണ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങളെന്ന് പറയുന്ന ദൈവിക സങ്കല്പങ്ങളെ വരെ നീക്കം ചെയ്യാൻ സംഘികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, ഇവർ യഥാർത്ഥ ഭക്തരാണോ അതോ ഭക്ത വേഷമണിഞ്ഞിരിക്കുന്ന കാപട്യങ്ങളാണോ എന്ന്. സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കച്ചവടം മാത്രമാണ്. ആ കച്ചവടത്തിന് വേണ്ടി ഇപ്പോൾ വിൽക്കാൻ പറ്റിയ നല്ലൊരു ഉൽപ്പന്നം നമ്മുടെ വിശ്വഗുരുവാണ്. അദ്ദേഹത്തിന്റെ പേര് വെച്ചാണെങ്കിൽ നല്ല കച്ചവടം ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ പണം അടിച്ചെടുക്കുകയും ചെയ്യാം. അതിനുവേണ്ടിയുള്ള പുതിയ തന്ത്രം പയറ്റുകയാണ്. അവിടെ രാമൻ എന്ന വിശ്വാസത്തെ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവർ ആരെ പ്രതിഷ്ഠിക്കുന്നു എന്ന് അറിയുന്നിടത്ത് ഇവർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് ഹിന്ദുമത വിശ്വാസികൾക്ക് ചിന്തിക്കാവുന്നതാണ്. രാമൻ എന്ന പ്രതീകത്തിന് പകരം അവിടെ വിശ്വഗുരുവിനെ പിടിച്ചിരുത്തിയ ആ വിശാല മനസ്കത കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളുകളിൽ ഹേ റാം മാറിയിട്ട് ഹേ ജി എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യവും ഭക്തി പാട്ടുകളുമാണ് ഇനി വരാൻ പോകുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു.